മിത്ര ഡയമണ്ട്സ് നൽകുന്നു. ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. തിരുവങ്ങാടി ആർടി ഓഫീസിൽ വ്യാജൻ ജോലി ചെയ്തത് 10 വർഷം. നടപടി മാസങ്ങൾക്ക് മുമ്പ് മാത്രം വന്ന ഉദ്യോഗസ്ഥനെതിരെ AMVയെ ബലിയാടാക്കുകയാണെന്ന ആക്ഷേപം. പി ബോണിയുടെ സസ്പെൻഷൻ പ്രഹസനം മാത്രമാണെന്ന് യൂത്ത് ലീഗ് ആരോപിച്ചു. വ്യാജന് ജോലി ചെയ്യാൻ പല ഉദ്യോഗസ്ഥരുടെയും സഹായമുണ്ടെന്നും എല്ലാവർക്കും എതിരെ നടപടി വേണമെന്നും റസാഖ് ആവശ്യപ്പെട്ടു. തിരൂരങ്ങാടി ജോയിന്റ് ആർടി ഓഫീസിൽ വ്യാജൻ ജോലി ചെയ്തതിനെ തുടർന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട AMVI പി ബോണിക്കെതിരായ നടപടി പ്രഹസനമെന്നാണ് ആരോപണം ഉയരുന്നത്. മാസങ്ങൾക്ക് മുൻപ് മാത്രം ജോലിക്കെത്തിയ ഇദ്ദേഹത്തെ ബലിയാടാക്കുകയാണെന്നാണ് ആരോപണം. പുതുതായി വന്ന ഒരു AMVIക്കെതിരെ നടപടി സ്വീകരിച്ചു. ഏകദേശം അദ്ദേഹം വന്നിട്ട് ഒരു മാസം പോലും തികയുന്നതിൻ്റെ മുമ്പ് അദ്ദേഹം സസ്പെൻഷനിലാകുമ്പോൾ 13 കൊല്ലം ജോലി ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ മാത്രം കാരണത്താലാണോ എന്നുള്ളത് നമ്മൾ ആദ്യം പരിശോധിക്കണം. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു പാവത്തിനെ ബലിയാടാക്കുന്ന ഒരു നിലപാടാണ് ഈ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. തീർച്ചയായും കഴിഞ്ഞ 13 വർഷത്തെ അവിടുത്തെ മുഴുവൻ ഫയലുകളെക്കുറിച്ചും കൃത്യമായ ഒരു അന്വേഷണം വേണം. അതേപോലെ തന്നെ അവിടുത്തെ ഫയലുകളിൽ ഫിംഗർ പ്രിൻറ്റ് പരിശോധന നടത്തി, വിരലടയാള വിദഗ്ധരുടെ പരിശോധന നടത്തി, അതിൽ ഈ വ്യക്തിയുടെ, ഈ വ്യാജൻ്റെ കൈരേഖ ഉള്ള ഫയലുകൾ മാറ്റിവെച്ചു ആ ഫയലുകളെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. വലിയ തട്ടിപ്പാണ് തിരൂരങ്ങാടി സബ് ആർടി ഓഫീസിൽ നടന്നിട്ടുള്ളത്. അതിനെ ലഘൂകരിക്കാൻ കഴിയില്ല. ഓഫീസിൽ വ്യാജൻ 13 വർഷത്തോളം ജോലി ചെയ്തിരുന്നു. വ്യാജ ഉദ്യോഗസ്ഥന്റെ വർഷങ്ങളോളം ജോലി ചെയ്യാൻ പല ജീവനക്കാരും സഹായിച്ചിട്ടുണ്ടെന്നും അവരെയെല്ലാം നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണമെന്നും ഒരാളെ മാത്രം കുറ്റക്കാരനാക്കി ചിത്രീകരിക്കുന്ന നീതീകരിക്കാനാവില്ലെന്നും യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് റസാഖ് പറഞ്ഞു.